ആലുവ YMCAയുടെ 2024-25 വർഷത്തേക്കുള്ള ഭാരവാഹികൾ ജൂലൈ 16-ന് തോട്ടുമുഖം ക്യാമ്പ് സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ ചുമതലയേറ്റു. പ്രസിഡന്റ് സാം ഇമ്മാനുവൽ, സെക്രട്ടറി ലെസ്ലി ജോസഫ്, വൈസ് പ്രസിഡന്റുമാർ നൈനാൻബി അലക്സ്, KP ബേബി എന്നിവർ, ജോയിന്റ് സെക്രട്ടറി എൽദോ ജേക്കബ്, ട്രഷറർ ബോബി ആൻ്റണി എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ. അഭിവന്യ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാവരും എല്ലാ സ്ഥാനങ്ങളും അലങ്കരിക്കാനായിട്ട് യോഗ്യരാണ്, അതിന് സമ്മതമുള്ളവരാണ്, കഴിയുന്നവരുമാണ്. എന്നാൽ പിന്നെ നമ്മൾ ഒരു പ്രവർത്തന ഒരു ഓട്ടിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാഴ്ചപ്പാട് ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്ന് എന്നാണ് ഒഴിവാകുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. YMCAയുടെ ചില ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എനിക്ക് അതൊരു നിലവാരക്കുറവാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ YMCA കുടുംബാംഗങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരു കുറവായി ഞാൻ കാണുന്നില്ല. പക്ഷേ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ഭാവം നിങ്ങൾ ഇരിക്കട്ടെ. ഇങ്ങനെ ക്രിസ്തുവിന്റെ മുഖം വെളിപ്പെടുത്താൻ കഴിയാത്ത പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളിൽ കടന്നുകൂട്ടിയിട്ടുണ്ട്. ഇവിടെ ലോകത്ത് എത്രമാത്രം സഭകളാണുള്ളത്. എന്നാൽ ഈ സഭകളെ കുറിച്ച് നമുക്ക് കുറ്റം പറയാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ഓരോ സഭകളും ക്രിസ്തുവിന്റെ ഓരോ അവയവങ്ങളായി. എനിക്ക് എൻ്റെ മൂക്ക് കൊണ്ട് ഞാൻ ശ്വാസം എടുക്കുമ്പോൾ ചെവി കൊണ്ട് ശ്വാസം എടുക്കണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമാണ്? അല്ല. ഓരോ ചർച്ചകളും ഓരോ ക്രിസ്തീയ സഭകളും ഓരോ വീക്ഷണഗതിയിൽ ഓരോ കാര്യങ്ങൾ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ഒരു ചിന്ത ഓരോ ക്രിസ്തീയ മക്കൾക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും ഒരുമിച്ച് പങ്കുചേരുവാൻ കഴിയുന്ന ഒരു വിശാല ഹൃദയത്തിന്റെ പ്ലാറ്റ്ഫോമാണ് YMCAയുടെ പ്ലാറ്റ്ഫോം. മുൻ പ്രസിഡന്റുമാരും മുൻ സെക്രട്ടറിമാരും നമ്മുടെ റീജിയണിൽ വർക്ക് ചെയ്തവരും എല്ലാവരും ഈ ബോർഡിലെ അംഗങ്ങളായതുകൊണ്ട് അവരുടേതായിട്ടുള്ള നല്ല ഉപദേശങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ഗൈഡൻസും എല്ലാം എനിക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രവർത്തനം മികച്ചതായി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം എന്നിലുണ്ട്. ആലുവ YMCA ഭാരവാഹികള്, ബോർഡ് അംഗങ്ങള്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനേഴ്സ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങള് ദൈവമുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സോളം ഫംഗ്ഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. യുവജനങ്ങളെ ദൈവരാജ്യ വികസനത്തിന് പ്രാപ്തരാക്കുകയാണ് YMCAയുടെ ലക്ഷ്യം. ഭാരവാഹിയായി ചുമതലയേൽക്കുന്ന ഞാൻ വിശുദ്ധ വേദപ്രമാണ പ്രകാരം യേശു ക്രിസ്തുവിനെ എന്റെ ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തിലും എന്റെ ജീവിതത്തിലും കർത്താവിന്റെ ശിഷ്യനായിരിക്കാനും ഇതേ താല്പര്യമുള്ള ഞങ്ങളെ മറ്റുള്ളവരോട് സഹകരിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ദൈവരാജ്യ വർദ്ധനവിനായി യജ്ഞിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന് അനുസൃതമായി പ്രസ്ഥാനത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ഉതകും വിധം ലക്ഷ്യപ്രാപ്തിക്കായി എന്നാലാവും വിധം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് ദൈവമുമ്പാകെ ഞാൻ സത്യം ചെയ്യുന്നു. ചടങ്ങിൽ എറണാകുളം സബ് റീജിയണൽ ചെയർമാൻ ശ്രീ ഐജു A. ജേക്കബ്, ജനറൽ കൺവീനർ ശ്രീ പോൾ M. ഫിലിപ്പ് എന്നിവരെ ആദരിച്ചു. ആലുവ YMCAയുടെ 2023-24 പ്രവർത്തന വർഷത്തിലെ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. ആലുവ YMCA വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല YMCA എന്നുള്ള പേരിൽ എപ്പോഴും സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന ഒരു YMCA ഉണ്ട്. അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു വർഷം പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഒരു
കൊടുങ്കാറ്റും പേമാരിയും കഴിഞ്ഞിട്ട് ഒരു ചാറ്റൽ മഴ പോലെയായിരിക്കും ഞാൻ പറയുമ്പോൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വന്ധ്യപിതാവ് നമ്മളോട് വളരെ വളരെ നമുക്ക് YMCA അഡോപ്റ്റ് ചെയ്യേണ്ട പല ആശയങ്ങളും ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും YMCA പ്രസ്ഥാനത്തിന് മറ്റു മതസ്ഥർക്കും തീർച്ചയായിട്ടും നമ്മൾ സ്ഥാനം കൊടുക്കണം. അവരെ നമ്മുടെ YMCAയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ അവരെ പഠിപ്പിക്കണം. അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. ആലുവ YMCA സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായി പറയാനുള്ളത്. ഒന്ന്, വളരെ കഴിവ് തെളിയിച്ച YMCAയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒത്തിരി നേതൃത്വ നിര ഈ ആലുവ YMCAക്ക് ഉണ്ടെന്നുള്ളതാണ്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്കൊക്കെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. രണ്ട്, ആലുവ YMCAക്ക് സ്വന്തമായ ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ്. പല YMCAകളും കാണാത്ത ഒരു അനുഗ്രഹീതമായ ഒരു സർവീസാണ് ഒരു കൊയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത്. ഏതൊരു ചടങ്ങും ഒരു ഗാന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ചൈതന്യം ആ ചടങ്ങിന് മൊത്തത്തിൽ ഉണ്ടാവും. ഈ വർഷം ആലുവ YMCAയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വർഷം തന്നെയാണ്. നമ്മുടെ YMCAയുടെ ഇൻഡോർ സ്റ്റേഡിയം സ്ഥാപിതമായിട്ട് 25 കൊല്ലം ആകുന്ന വർഷമാണ് ഈ വർഷം. അതുപോലെ തന്നെ ആലുവ YMCAയുടെ എക്യുമെനിക്കൽ കരോൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് 60ാമത്തെ വർഷം ആണ്. എക്യുമെനിക്കൽ കരോൾ നമ്മുടെ സാം മാനുവൽ നേരത്തെ സൂചിപ്പിച്ചു. 93 വർഷം ആലുവ YMCAയുടെ സ്ഥാപനം പൂർത്തീകരിക്കുകയാണ് ഈ കൊല്ലം. ഇതായി സാം മാനുവലിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായി എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. ആലുവ YMCAയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 വർഷങ്ങൾ മൈൽ സ്റ്റോൺ ഇയേഴ്സ് എന്ന് പറയാവുന്ന വർഷങ്ങളായിരുന്നു. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആലുവ YMCAയിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ശ്രീ ഷാജി കെ കുര്യൻ്റെ നേതൃത്വത്തിൽ വളരെ സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് നമ്മുടെ മുൻപിലുള്ള ബുള്ളറ്റ്. ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന YMCA ക്യാമ്പ് സെൻറ്ററിൻ്റെ ഈ പറയുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പോലും അദ്ദേഹം പ്രോജക്റ്റ് ചെയർമാൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ വളരെയധികം നല്ല രീതിയിൽ നടത്തിയെന്നുള്ളതാണ്. കോവിഡിനെ തുടർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതൊരിക്കലും ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല.